അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2019 ഒരു ആവർത്തനം ഇത്തവണ ഈ കൊടും സൈക്കോപാത്ത് പിടികൂടപ്പെടുന്നത് ഈ വിശപ്പിൽ തന്നെയാണ്. അദ്ദേഹം ഈ വിശപ്പിൽ നിന്ന് തന്നെയാണ് അയാളെപ്പോലൊരു സൈക്കോ വീണ്ടും പിടിയിലാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വിശന്ന് മലയിൽ നിന്ന് ഇറങ്ങി വരാൻ ശ്രമിക്കുന്നതിനിടയിൽ വീട്ടിലേക്ക് പോകുന്ന വഴി പിടിയിലാകുന്നു. അയാൾ ആഹാരം കഴിച്ചിട്ടില്ല, ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയിരിക്കുക എന്നുള്ളതാണ് ഡിവൈഎസ്പിയുടെ വാക്കുകൾ. മാത്രമല്ല മെഡിക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഒരു വശത്ത് നിന്ന്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായും, അതായത് ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏതൊരു പ്രതിക്കും മുൻകാല ചരിത്രമുണ്ട്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണമുണ്ട്, നമുക്ക് അതിലേക്ക് പോയിട്ട് വരാം. വീട്ടിനടുത്തേക്ക് അയാൾ വരുമെന്ന് അറിയാം, അയാൾക്ക് വിശപ്പ് സഹിക്കില്ല, ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ അവിടെ പോലീസുകാർ പിടിച്ചത്. അവിടെ സ്ട്രൈക്കിംഗ് പാർട്ടി ഉണ്ടായിരുന്നു, CD പാർട്ടി പിടിച്ചത്. അത് അയാൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പിടിച്ചതാണ്. അല്ല, അയാളുടെ വീട്ടിലേക്ക് കീഴടങ്ങിയതല്ല, അനിയ ഞങ്ങൾ പിടിച്ചതാണ്. അയാൾ വരുന്ന വഴിക്ക് 3 ദിവസമായി 2 ദിവസമായി ഞങ്ങൾ അവിടെ കാവലല്ല. കീഴടങ്ങിയതല്ല, പിടിച്ചതാണ്. 2 ദിവസമായിട്ട് കാവൽ നിൽക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഡിവൈഎസ്പിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും അഭിലാഷ് ആ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ്, അതായത് വിശപ്പ് തന്നെയാണ് ഈ ചെന്താമരയെ വീണ്ടും കുടുക്കിയത് എന്നുള്ളത് തന്നെ മനസ്സിലാക്കണമല്ലേ ഹരി? അങ്ങനെ തന്നെ വേണം. കാരണം ഈ പറയുന്നത് പോലെ ആൾക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വലിയ ആൾക്കൂട്ടമായി മാറുകയും അവർ അവരുടേതായ രീതിയിലൊക്കെ ഇടപെടുകയും ചെയ്യുമെങ്കിലും പോലീസിന് അങ്ങനെ ആൾക്കൂട്ടത്തിന് അനുസരിച്ച് പെരുമാറാൻ സാധിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രതിയെ പ്ലാൻ ചെയ്താണ് പിടികൂടുന്നത്. വെറുതെ ഓടിച്ചിട്ട് പിടിക്കുക എന്നതൊന്നുമല്ല, സിനിമയിൽ കാണുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ പ്രതിക്ക് ഏത് തരത്തിലുള്ള സ്വഭാവമാണ് ഉള്ളത്, ഈ പ്രതി ഒരു കുറ്റം ചെയ്ത അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്തതിനു ശേഷം എന്തായിരുന്നു പ്രതിയുടെ നീക്കങ്ങൾ, ചലനങ്ങൾ, അതാണ് പോലീസ് വ്യക്തമാക്കിയത്. 2019 ഇതുപോലെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ പ്രതി പോത്തുണ്ടിമലയിൽ ആണ് ഒളിച്ചിരുന്നത്. അതിനുശേഷം വിശപ്പ് സഹിക്കാതെ വന്നതോടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ആ ഘട്ടത്തിൽ ആണ് പിടികൂടിയത്. സൈക്കോ സ്വഭാവമുള്ള ആൾ ആണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാകും എന്ന് പോലീസ് കരുതിയിരുന്നു. ഈ പോത്തുണ്ടിമല പോലെയുള്ള ഒരു പ്രദേശത്തൊക്കെ ആളുകളെയും കൊണ്ടുപോയി പോലീസിന് ഒരു പ്രതിയെ പിടികൂടുക എന്നത് പോലീസിന് തന്നെ തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഹരി നമുക്ക് കാണാം, അതായത് പ്രതിയെ വളരെ രഹസ്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിപ്പിക്കുമ്പോൾ പോലും വലിയ ആൾക്കൂട്ടമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാടും പടലും ഒക്കെ ഉള്ള ഒരു പ്രദേശത്ത്, വിജനമായ ഇടങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പരന്ന പ്രദേശത്തൊക്കെ വെച്ച് ഈ പ്രതിയെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് പോലീസ് പിടികൂടിയാൽ ഈ പ്രതിയെ ജനക്കൂട്ടം എന്ത് ചെയ്യും എന്ന് പോലും പോലീസിന് അറിയില്ല. വലിയ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. ഇതിനിടയിൽ സാമൂഹ്യ വിരുദ്ധരായ ആളുകളൊക്കെ പ്രവേശിക്കാം. പലതരത്തിലുള്ള, അതായത് രാഷ്ട്രീയമായി ഇതിന് ദുരുപയോഗം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗൗരവതരമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആയിരുന്നിരിക്കണം പോലീസ് ഇത്തരത്തിൽ കാത്തിരുന്നത്, വലവിരിച്ചിരുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ആൾക്കൂട്ടത്തെ അടക്കം ഒഴിവാക്കി ഏറ്റവും സുരക്ഷിതമായി പ്രതിയെ പിടികൂടേണ്ടതായിരുന്നു പോലീസിന്റെ ഉത്തരവാദിത്തം. അത് സാധിച്ചു എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. അതായത് പ്രതിയെ കാര്യമായ പരിക്കുകൾ ഇല്ലാതെ ജനക്കൂട്ടത്തിന്റെ കൈകളിൽ പെടാതെ പോലീസിന് പിടികൂടാൻ സാധിക്കുന്നു. പോലീസിന് ഇപ്പോൾ ജയിലിലേക്ക് അല്ലെങ്കിൽ സെല്ലിലേക്ക്, ലോക്കപ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനിയുള്ള നീക്കങ്ങൾ അത്ര ദുഷ്കരമായിരിക്കില്ല എന്ന് വേണം ഹരി നമുക്ക് ഉറപ്പിച്ചു പറയാൻ. കാരണം സാധാരണ നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ആത്മരോഷവും പ്രതിഷേധവും ഒക്കെ പ്രകടമാകാറുണ്ട്. ആ പ്രകടനം തന്നെയാണ് ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പരിധിവരെ ഒരു നിശ്ചിത സമയത്തിന് അപ്പുറത്തേക്കൊന്നും പോകുന്ന പ്രതിഷേധമായി കണക്കാക്കേണ്ടതില്ല. ഇതിനിടയിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് പോലീസ് ഹാജരാക്കുന്നില്ല, നാളെ പുലർന്നതിന് ശേഷമായിരിക്കാം ചെന്താമരയെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക എന്നുള്ള റിപ്പോർട്ടും കൂടി വരികയാണ്. എന്തായാലും തിടുക്കപ്പെട്ട് ഇന്ന് രാത്രിയോടുകൂടി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നില്ല എന്നൊരു വിവരവും കൂടി വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിയെ പുറത്തിറക്കാൻ പോലും സാധിക്കില്ല എന്നതാണ് വസ്തുത. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് ഈ നെന്മാറ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തന്നെ ഭാഗികമായി തകർന്ന പശ്ചാത്തലമുണ്ട്. ഈ ഗേറ്റിന് പുറത്തേക്ക് നിലവിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പ്രതിയെ കൊണ്ടുപോവുക എന്നത് ഇപ്പോൾ പ്രായോഗികമല്ല.
ഒരു പക്ഷേ ഈ ആൾക്കൂട്ടം പിരിഞ്ഞു പോയതിനു ശേഷം വേണമെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാവുന്നതാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഈ മണിക്കൂറുകളിൽ പോലീസ് ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകരോടോ മറ്റുള്ളവരോടോ കൃത്യമായ ഇൻപുട്ടുകൾ പങ്കുവെക്കുകയില്ല. കഴിയുന്നത്ര ആളുകളെ വഴിതെറ്റിക്കുന്ന നിർദ്ദേശങ്ങൾ തന്നെയായിരിക്കും പോലീസ് നൽകുക. കാരണം പോലീസിന് പ്രധാനമെന്നത് ഇപ്പോൾ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുള്ളതല്ല, മറിച്ച് അവരുടെ നടപടിക്രമങ്ങൾ സുരക്ഷിതമാക്കുക എന്നതാണ്.